ആത്മീയരായിട്ടുള്ള വ്യക്തികൾ വെള്ളവസ്ത്രം ധരിക്കുന്ന നിർബന്ധമാണ്. വെള്ളവസ്ത്രം ധരിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർ ആത്മീയരെന്ന് കരുതി അവരെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുകയുള്ളൂ. ഇതേക്കുറിച്ച് എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വിശുദ്ധ ബൈബിളിൽ കൂടെ എനിക്ക് തന്നൊരു മറുപടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു കൺവെൻഷന് പോകാനായിട്ട്, ഒരു ധ്യാനയോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് പോകാനായിട്ട് ഒരുങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിലൊരു സംശയം, ഇനി വെള്ളവസ്ത്രം ധരിച്ചെങ്കിൽ മാത്രമേ എനിക്കവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാനിതേക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നൊരു വാക്യമെടുത്ത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 2 കൊരിന്ത്യർ 12:9 അതിപ്രകാരം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയെ തികഞ്ഞു വരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് വെള്ള വസ്ത്രത്തിനകത്തല്ല, പുറമേയുള്ള സൗന്ദര്യത്തിനകത്തല്ല കാര്യം, അകത്ത് എത്രമാത്രം ദൈവകൃപ വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളതിനകത്താണ് കാര്യം. അതാണ് യേശു പഠിപ്പിച്ചത്. എൻ്റെ കൃപ നിനക്ക് മതി, വെള്ളവസ്ത്രമല്ല നിനക്ക് വേണ്ടത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. പിന്നെ വെള്ളവസ്ത്രം ധരിക്കണം എന്ന് നിർബന്ധമുള്ളത് ധരിക്കട്ടെ, അതിനകത്ത് കുഴപ്പമില്ല. ഇപ്പം വെള്ളവസ്ത്രത്തെ കാണിക്കുന്ന ഒരു വിശുദ്ധിയെ കാണിക്കുന്നു, ഒരു ശുഭ്രവസ്ത്രധാരിയെ കാണിക്കുന്നു, സ്വർഗത്തെ കാണിക്കുന്നു. നമ്മുടെ വിശ്വാസം അങ്ങനെയൊക്കെയാണ്, അതിനകത്ത് തെറ്റില്ല. പക്ഷേ അത് നിർബന്ധമല്ല, ദൈവകൃപയാണ് നിർബന്ധം. ദൈവകൃപയും ദൈവശക്തിയും ഒരു വ്യക്തിയുടെ മേൽ എത്രമാത്രം ഉണ്ടോ ആ വ്യക്തി ശുശ്രൂഷയിൽ ശോഭിക്കും, വിളങ്ങും, ഉയരും. ആമേൻ.